നമസ്കാരം, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 4 എക്കോളജിയിലെ കമ്മ്യൂണിറ്റി എക്കോളജി എന്ന ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോ. കമ്മ്യൂണിറ്റി എക്കോളജി, അതിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ആദ്യം എന്താണ് കമ്മ്യൂണിറ്റി എന്ന് നോക്കാം, അഥവാ സമുദായം. ഒരേ സ്ഥലത്ത് കാണപ്പെടുന്ന വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ അല്ലെങ്കിൽ ജീവിഗണങ്ങളുടെ കൂട്ടമാണ് സമുദായം എന്ന് പറയുന്നത്. അപ്പൊ സമുദായം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്പീഷീസുകൾ ഉണ്ടായിരിക്കും, പല പല സ്പീഷീസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സ്പീഷീസ് തന്നെ കൂട്ടമാണ് പോപ്പുലേഷൻ. അങ്ങനെ പല പോപ്പുലേഷൻസ് ചേർന്ന് കാണപ്പെടുന്ന ഒരു പ്രദേശത്ത് ഒരുപാട് പോപ്പുലേഷൻ ചേർന്ന് കാണപ്പെടുന്നെങ്കിൽ അതാണ് ഒരു സമുദായം എന്ന് അറിയപ്പെടുന്നത്, കമ്മ്യൂണിറ്റി എന്ന് അറിയപ്പെടുന്നത്. സമുദായങ്ങളുടെ ഘടന, പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനം, ഇവയെ പ്രതിപാദിക്കുന്ന ബ്രാഞ്ചാണ് കമ്മ്യൂണിറ്റി എക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി എക്കോളജി എന്ന് പറയുമ്പോൾ എക്കോളജിയിൽ തന്നെ ഓരോ കമ്മ്യൂണിറ്റികളെ കുറിച്ചും അതിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ പ്രവർത്തനങ്ങൾ, ഫംഗ്ഷൻ, ഇവയെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് കമ്മ്യൂണിറ്റി എക്കോളജി എന്ന് പറയുന്നത്. ഇതിൽ കമ്മ്യൂണിറ്റി എക്കോളജിയുടെ പ്രത്യേകത ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത അജീവിയ വസ്തുക്കളും ഉൾപ്പെടുന്നുണ്ട്. അതായത് ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിൽ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും കാണുമല്ലോ. ഒരു ജീവിക്ക് അതിന്റെ ചുറ്റുപാടുമായിട്ട് എന്ത് ബന്ധം, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഓട്ടക്കോളജി എന്ന് പറയുന്നത്. ഓട്ടക്കോളജി എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു ജീവിയെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. അത് ആ ജീവിക്ക് ആ ചുറ്റുപാടുമായിട്ട് എന്ത് ബന്ധം, അതാണ് ഓട്ടക്കോളജി എന്ന് പറയുന്നത്. എന്നാൽ ഒരു സമുദായത്തിന് അഥവാ ഒരു കൂട്ടം ജീവജാലങ്ങൾ, കുറെ പോപ്പുലേഷൻസ് ഉണ്ടല്ലോ, അതിലുള്ള ഓരോ കൂട്ടം ജീവജാലങ്ങൾക്ക് ചുറ്റുപാടുമായിട്ട് അതിന്റെ ആ പ്രദേശവുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സിൻ എക്കോളജി അല്ലെങ്കിൽ സൈനക്കോളജി എന്ന് പറയുന്നത്. സൈനക്കോളജിയിൽ ഒരു കൂട്ടം ജീവജാലങ്ങളെ കുറിച്ചായിരിക്കും പഠിക്കുന്നെങ്കിൽ ഓട്ടക്കോളജിയിൽ ഒരു ജീവിയെ കുറിച്ചായിരിക്കും പഠനം സാധ്യമാകുന്നത്. ഒരു സമുദായത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ പ്രത്യേകത? ഒന്നാമതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. വർഗ വൈവിധ്യം. രണ്ടാമത്തത് ഡോമിനൻസ് അഥവാ ആധിപത്യം. മൂന്നാമത്തത് സ്ട്രാറ്റിഫിക്കേഷൻ. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. നമ്മൾ അതിനെ ഷോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്: വർഗ വൈവിധ്യം, ആധിപത്യം ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ. അതിൽ ആദ്യത്താണ് വർഗ വൈവിധ്യം അഥവാ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് അർത്ഥമാക്കുന്നത്? വിവിധ തരം, അല്ലെ? സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന എല്ലാ തര സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും എണ്ണമാണ്. എത്ര വെറൈറ്റി പ്ലാന്റ്സ്, എത്ര വെറൈറ്റി അനിമൽസ് കാണപ്പെടുന്നുണ്ട്, അതിന്റെ എല്ലാത്തിൻ്റെ ഒരു കളക്ഷൻ ആണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഥവാ വർഗ വൈവിധ്യം എന്ന് പറയുന്നത്. വർഗ വൈവിധ്യം എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ആകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ കാണുന്ന അതേ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആയിരിക്കും ഈസ്റ്റേൺ ഘട്ടിൽ കാണപ്പെടുന്നത്? അല്ല, ഓരോ പ്രദേശത്തും കാണപ്പെടുന്ന സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. പൂർവ്വഘട്ടത്തിൽ ഈസ്റ്റേൺ ഘട്ടത്തിൽ കാണപ്പെടുന്ന ഉഭയജീവി ആംബിബിയൻസിന്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി വെസ്റ്റേൺ ഘട്ടിനേക്കാൾ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വെസ്റ്റേൺ ഘട്ടിലായിരിക്കും, പശ്ചിമഘട്ടത്തിലായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. IUCN അഭിപ്രായത്തിൽ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ടോട്ടൽ എണ്ണം എന്ന് പറഞ്ഞ ഏകദേശം 8.7 മില്യൺ മുതൽ 1 ട്രില്യൺ വരെ ആകാമെന്ന് പറയുന്നു ജീവജാലങ്ങളുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അതിൽ ഏറ്റവും വ്യാപകമായിട്ട് പറയുന്നത് 8.7 ദശലക്ഷമാണ്. അതിൽ മില്യൺസ് ആണ് കൂടുതൽ എടുത്തു പറയുന്നത്. നിലവിലെ കണക്കനുസരിച്ച് 1.2 ദശലക്ഷം അല്ലെങ്കിൽ മില്യൺ ജീവജാലങ്ങൾ മാത്രമേ വിവരിച്ചിട്ടുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഇത്രയും ജീവജാലങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ 1.2 മില്യൺ ജീവികളെ കുറിച്ച് മാത്രമാണ് നമുക്ക് എക്സ്പ്ലനേഷൻ, വിവരണം നൽകിയിട്ടുള്ളത്. ഇനിയും കണ്ടുപിടിക്കാൻ ഉള്ള ഒരുപാട് സ്പീഷീസ് നമ്മുടെ ചുറ്റുപാട് ഉണ്ട്. അതിൽ നട്ടലില്ലാത്ത ജീവികൾ എടുക്കുമ്പോൾ, ഇൻവെർട്ടിബ്രേറ്റ്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ കാണപ്പെടുന്നത് ഇൻസെക്റ്റുകളാണ്, ഷഡ്പദങ്ങളാണ് കാണപ്പെടുന്നത്. നട്ടലുള്ള ജീവികൾ എടുക്കുമ്പോൾ വെട്രിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മത്സ്യങ്ങളാണ്. ഇനി സസ്യങ്ങളുടെ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സപുഷ്പികളാണ്, ആൻജിയോസ്പേം, പൂക്കളുണ്ടാകുന്ന ചെടികളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫംഗസുകളായിരിക്കും. ഇങ്ങനെ ഓരോ സ്പീഷീസ് എടുക്കുമ്പോഴും അതിൻ്റെ അകത്തുള്ള എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ഓരോ പ്രദേശങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. വർഗവൈവിധ്യം എങ്ങനെ കണക്കാക്കാം അല്ലെങ്കിൽ എങ്ങനെ അളക്കാം? സ്പീഷീസ് റിച്ച്നെസ് കൊണ്ടോ റിലേറ്റീവ് അബണ്ടൻസ് കൊണ്ടോ നമുക്ക് വർഗവൈവിധ്യം കണക്കാക്കാം അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് സ്പീഷീസ് റിച്ച്നെസ്? ഒരു ആവാസ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ മറ്റ് യൂണിറ്റിലോ ജീവിക്കുന്ന ജീവിവർഗങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ സമ്പന്നത. ഒരു പ്രദേശത്ത്, ഒരു യൂണിറ്റിൽ, ഒരു ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളുടെ എണ്ണത്തിനെയാണ് സ്പീഷീസ് റിച്ച്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ മൊത്തം എത്ര ഉണ്ടോ അതാണ് സ്പീഷീസ് റിച്ച്നെസ്. എന്നാൽ റിലേറ്റീവ് അബണ്ടൻസ് പറയുമ്പോൾ ഓരോ സ്പീഷീസിലുള്ള ജീവികളുടെ എണ്ണം. ഇപ്പോൾ ആനകളുടെ കൂട്ടെടുക്കുമ്പോൾ ആ ഓരോ ആനകളുടെ എത്ര ആനകളുണ്ട്,
അല്ലെങ്കിൽ എത്ര പുലികളുണ്ട്, ഓരോ സ്പീഷീസിലും എത്ര എണ്ണം വീതമുണ്ട്, ആ കാട്ടിൽ എത്ര തേക്ക് മരങ്ങളുണ്ട്, അങ്ങനെ ഓരോന്നിന്റെയും എണ്ണം എടുക്കുന്നതാണ് റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ റിലേറ്റീവ് അബണ്ടൻസിലൂടെയോ സ്പീഷീസ് റിച്ച്നെസ്സിലൂടെയോ നമുക്ക് വർഗ വൈവിധ്യം അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. വിവിധ തരം സ്പീഷീസുകളെ പല കാറ്റഗറികളെ തിരിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് എൻഡമിക് സ്പീഷീസുകൾ. എൻഡമിക് സ്പീഷീസുകൾ എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റൊരിടത്തും കാണാത്ത ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് മാത്രം കാണപ്പെടുന്നവയാണ്. ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം കാണപ്പെടുന്നത്, വേറെ എങ്ങും കാണാത്ത പ്രത്യേകതയുള്ള ജീവജാലങ്ങളാണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ചില പ്രദേശത്ത് മാത്രമേ കാണൂ. പോളാർ സ്ലോത്തുകൾ അല്ലെങ്കിൽ പോളാർ ബിയറുകൾ, പെൻഗിനുകൾ, അത് ഒരു പ്രദേശത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള സ്പീഷീസുകളെയാണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് തരത്തിലാകാം. പാലിയോ എൻഡമിക് സ്പീഷീസുകളും നിയോ എൻഡമിക് സ്പീഷീസുകളും. പാലിയോ എന്ന വാക്ക് തന്നെ നമുക്കറിയാം ഫോസിലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിൽ എന്തായിരിക്കും പാലിയോ എൻഡമിക് സ്പീഷീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? പാലിയോ എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത് അവശിഷ്ട സ്പീഷീസുകൾ എന്ന് അറിയപ്പെടും. അതായത് ഫോസിൽ സ്പീഷീസ് എന്ന് അറിയപ്പെടാറുണ്ട്. കാരണം ഒരു കാലത്ത് വ്യാപകമായിട്ട് ഉണ്ടായിരുന്ന സ്പീഷീസുകളായിരിക്കും, എന്നാൽ ഇപ്പോൾ അതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറുതായിരിക്കും, നിയന്ത്രിതമായിട്ട് ഒരു പ്രദേശത്ത് മാത്രം കാണും. അതായത് പണ്ട് കാലത്ത് ഇത് ഒരുപാട് ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ പ്രദേശത്തേക്ക് മാത്രം ഒതുങ്ങിപ്പോയ, അതിന്റെ എണ്ണത്തിൽ കുറവ് വന്ന ആ സ്ഥലത്ത് മാത്രം കാണുന്ന സ്പീഷീസ്, തദ്ദേശീയ സ്പീഷീസുകളാണ് പാലിയോ എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. നിയോ എൻഡമിക് സ്പീഷീസ്. നിയോ എന്ന വാക്കിന്റെ അർത്ഥം പുതുതായി എന്നാണ്, അല്ലെ? പുതുതായി ഉണ്ടായ അല്ലെങ്കിൽ പരിണാമത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട പുതിയ സ്പീഷീസുകളായിരിക്കും നിയോ എൻഡമിക് സ്പീഷീസ്. അതും നേരത്തെ പറഞ്ഞ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി കാണപ്പെടുന്നതായിരിക്കും. എല്ലായിടത്തും കാണുന്നതല്ല, ഒരു പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന പുതുതായിട്ട് പരിണാമം സംഭവിച്ചുണ്ടായ സ്പീഷീസുകളാണ് നിയോ എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. വ്യത്യസ്ത പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്കോ അതായത് എൻവയോൺമെന്റൽ കണ്ടീഷനോ പ്രത്യുൽപാദന ഒറ്റപ്പെടൽ അതായത് ഐസൊലേഷൻ, റീപ്രഡക്റ്റീവ് ഐസൊലേഷനോ ഉണ്ടായതിനു ശേഷം ഒരു പ്രത്യേക അക്ലമറ്റേഷന്റെ ഫലമായിട്ടുണ്ടായ ഒരു പ്രത്യേക ജീവജാലങ്ങളായിരിക്കും നിയോ എൻഡമിക് സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. നിയോ എൻഡമിസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കാണുന്ന സ്പീഷീസുകളായിരിക്കും. ആ അവസ്ഥയാണ് നിയോ എൻഡമിസം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ജീവജാലങ്ങളാണല്ലോ നിയോ അല്ലെങ്കിൽ എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പുതുതായിട്ട് പരിണാമം സംഭവിച്ചുണ്ടായതാണ് നിയോ എൻഡമിക് സ്പീഷീസുകൾ. ആ ഒരു അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് നിയോ എൻഡമിസം എന്ന് പറയുന്നത്. അടുത്താണ് എക്സോട്ടിക് സ്പീഷീസ്. എക്സോട്ടിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഫോറിൻ ആണ്, പുറത്തുനിന്ന് വന്നവർ എന്നാണ്. ഒരു ഭൂപ്രദേശത്തിലേക്ക് പുറത്തുനിന്ന് വന്നവർ, അത് ആക്സിഡന്റലായിട്ട് വരാം, അല്ലെങ്കിൽ നമ്മൾ പർപ്പസ്ഫുള്ളി കൊണ്ട് വരുന്നതായിരിക്കും. എങ്ങനെയല്ല ആകസ്മികമായിട്ടോ അല്ലാതെയോ ജീവജാലങ്ങൾ എത്തിച്ചേരാം. അപ്പോൾ ഒരു പ്രദേശത്തേക്ക് പുറത്തുനിന്നുണ്ടാവുന്ന സ്പീഷീസുകൾ വിളിക്കുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നു ചേരുന്ന സ്പീഷീസുകളെയാണ് എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഉദാഹരണം ലെൻഡാന ക്യാമറ. ലെൻഡാന ക്യാമറ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് അല്ല, പുറത്തുനിന്ന് വന്നൊരു പ്ലാന്റ് ആണ്. അതുപോലെ കുളവാഴ ഐക്കോണിയ, ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന ഐക്കോണിയും ഇന്ത്യയിലേക്ക് വന്നു ചേർന്നതാണ്. അതുപോലെ ഏഷ്യൻ കാർപ്പ് എന്ന മത്സ്യം, അതുപോലെ പാർത്തനിയം എന്നുള്ള ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോതമ്പിന്റെ കയറ്റുമതി സമയത്ത് ഇന്ത്യയിലേക്ക് വന്നു ചേർന്ന് ഒരുപാട് പോളൻ അലർജി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ് പാർത്തനിയം. ഇതെല്ലാം എക്സോട്ടിക് സ്പീഷീസുകളാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്ലാന്റ് ആണ് മിക്കാനിയ മൈക്രാന്ത, ധൃതരാഷ്ട്ര പച്ച എന്നറിയപ്പെടുന്ന കമ്പോസിറ്റ് ഫാമിലിയുടെ ചെടി. അതും പുറത്തുനിന്ന് വന്നൊരു എക്സോട്ടിക് സ്പീഷീസാണ്. മറ്റു ചെടികളിലേക്ക് വ്യാപകമായിട്ട് പടർന്നു കയറുകയും അവരെ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പ്ലാന്റുകളൊക്കെയാണ്. അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ജീവജാലങ്ങൾ, അനിമൽസും വന്നിട്ടുണ്ട്. അതൊക്കെയാണ് എക്സോട്ടിക് സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. അടുത്തത് കോസ്മോപൊളിഷൻ സ്പീഷീസ്. എല്ലായിടത്തും കാണപ്പെടുന്ന സ്പീഷീസ്. കോസ്മോപൊളിഷൻ ഡിസ്ട്രിബ്യൂഷന്റെ സർവ്വവ്യാപി എന്നാണ്, അല്ലെ? എല്ലായിടത്തും ഒരുപോലെ കാണപ്പെടുന്ന സ്പീഷീസുകളാണ് കോസ്മോപൊളിഷൻ സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. ഇത് എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നു. എന്താണ് ഈ എക്സ്റ്റിൻറ്റ് സ്പീഷീസ്? വംശനാശം സംഭവിച്ചതല്ലേ. എന്നാൽ എക്സ്റ്റന്റ് സ്പീഷീസ് എന്ന് പറയുന്നത് വംശനാശം സംഭവിച്ച ജീവികളിൽ നിന്ന് വ്യത്യാസമായി നിലവിൽ ഇപ്പോഴും ഉള്ളവരായിരിക്കും. ആ ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും, പക്ഷെ അത് നിലവിൽ ഇപ്പോഴും ഉള്ള എന്നാൽ വംശനാശം സംഭവിക്കാൻ ചാൻസ് ഉള്ള ജീവജാലങ്ങളെ എക്സ്റ്റന്റ് സ്പീഷീസ് എന്നറിയപ്പെടുന്നു. ഉദാഹരണം തൈലാസിൻ അതായത് ടാസ്മാനിയൻ ചെന്നായയാണ്. അതുപോലെ വീവർ മത്സ്യം, സ്ലോത്തുകൾ, കറുത്ത കാണ്ടാമൃഗമൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്, പക്ഷെ എണ്ണത്തിൽ കുറവാണ്. അങ്ങനെയുള്ള ജീവികളാണ് എക്സ്റ്റന്റ് സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. അടുത്ത ജനറലിസ്റ്റ് സ്പീഷീസുകൾ. എല്ലാ പ്രദേശത്തും എല്ലാ കാലാവസ്ഥയിലും വളരാനും പൊരുത്തപ്പെടാനും ആഹാരം സ്വീകരിക്കാനും പ്രത്യുൽപ്പന്നം നടത്താനും കഴിയുന്ന ജീവജാലങ്ങളെയാണ് ജനറലൈസ്ഡ് സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. ഏത് പ്രദേശത്ത് ചെന്നാലും ജീവിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. നമ്മൾ എവിടെ ചെന്നാലും ജീവിക്കും, അല്ലേ? അത് ഏത് കണ്ടീഷന് വേണ്ടി പൊരുത്തപ്പെടാനും
ആഹാരം സ്വീകരിക്കാനും പ്രത്യുൽപ്പന്നം നടത്താനും കഴിവുള്ളതായിരിക്കും. അതുപോലെ എലിയും പാറ്റയൊക്കെ ജനറലിസ്റ്റ് സ്പീഷീസിന്റെ എക്സാമ്പിൾ. അടുത്തതാണ് സ്പെഷ്യലിസ്റ്റ് സ്പീഷീസുകൾ. പേര് പോലെ തന്നെ ഒരു പ്രത്യേക പ്രദേശത്ത് പ്രത്യേകതരം ആഹാരം സ്വീകരിച്ച് ജീവിക്കുന്നവർ. ആ ഒരു പ്രദേശത്ത് മാത്രമേ കാണൂ, ഒരു പ്രത്യേകതരം ഫുഡ് മാത്രമേ അവർ കഴിക്കാനും പറ്റൂ. അവർക്ക് വംശനാശ ഭീഷണി നേരിടുന്നവരായിരിക്കും. അതായത് അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ നഷ്ടമായി പോകുന്ന ജീവജാലങ്ങളായിരിക്കും. എക്സാമ്പിൾ പാണ്ടകൾ. പാണ്ടകൾ ചൈനയിലെ ഒരു പ്രത്യേക മുളകൾ മാത്രം കഴിച്ച് ജീവിക്കുന്നവരാണ്. പ്രത്യേകതരം മുള മാത്രമാണ് അവർ കഴിക്കുന്നത്. അത്തരം ജീവജാലങ്ങളാണ് സ്പെഷ്യലിസ്റ്റ് സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. ഇൻഡിക്കേറ്റർ സ്പീഷീസുകൾ, സൂചകങ്ങൾ നടത്തും അല്ലെ. ആവാസ വ്യവസ്ഥയ്ക്ക് നാശം വരുമ്പോൾ മറ്റ് ജീവജാലങ്ങൾക്ക് അപകട സാധ്യത നൽകുന്ന ജീവജാലങ്ങളാണ് ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് പറയുന്നത്. ഉദാഹരണം പക്ഷികളും തവളകളും. അവർ പ്രത്യേക ആശയവിനിമയത്തിലൂടെ മറ്റ് ജീവികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും. ആവാസ വ്യവസ്ഥ എന്തെങ്കിലും ഡാമേജോ നാശമോ വരികയാണെങ്കിൽ അത് മുന്നറിയിപ്പ് നൽകുന്ന സ്പീഷീസുകളായിരിക്കും. കീസ്റ്റോൺ സ്പീഷീസുകൾ എണ്ണത്തിൽ കുറവായിരിക്കുക, പക്ഷേ ജീവികളുടെ ജനസംഖ്യ നിലനിർത്താൻ സന്തുലിതമാക്കാൻ ആവാസ വ്യവസ്ഥയെ സഹായിക്കുന്നവരായിരിക്കും കീസ്റ്റോൺ സ്പീഷീസ്. ഇവരുടെ എണ്ണം ചിലപ്പോൾ ആ പ്രദേശത്ത് വളരെ കുറവായിരിക്കും. മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ജീവജാലങ്ങളായിരിക്കും കീസ്റ്റോൺ സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് ആൽമരങ്ങൾ. അതായത് ഇവയുടെ നാശം മറ്റു ജീവികളെ ബാധിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ആൽമരം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ആൽമരത്തിൽ എന്തുമാത്രം ജീവജാലങ്ങളായിരിക്കും ജീവിക്കുന്നത്. ആ ആൽമരം നശിക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ അവർ നശിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതാണ് ആ പ്രദേശത്ത് നിലനിൽപ്പിനെ ബാധിക്കുന്ന സ്പീഷീസുകളെയാണ് കീസ്റ്റോൺ സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. ലിങ്ക് സ്പീഷീസുകൾ. ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസിനെ അല്ലെങ്കിൽ പ്ലാന്റിനെയോ മണ്ണിനെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ മൈക്കോറൈസ. മൈക്കോറൈസ് എന്ന് നമുക്കറിയാം ഫംഗസുകളും വേരും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അസോസിയേഷൻ ബിറ്റ്വീൻ മ്യൂച്വൽ അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. പ്ലാന്റിന് ഫംഗസുമായുള്ള ബന്ധം. എന്തിനാണ് ആ ഫംഗസ് പ്ലാന്റ്സിന്റെ റൂട്ടിലിരിക്കുന്നത്? മണ്ണിൽ നിന്നും വെള്ളം വലിച്ചെടുത്ത് ആഗിരണം ചെയ്ത് പ്ലാന്റ്സിന് കൊടുക്കുന്ന ആരാണ്? ഫംഗസ് ആണ്. ഫംഗസിന് തിരിച്ചെന്ത് കിട്ടും? നൈട്രജൻ കണ്ടെയ്നിങ് ഫുഡ് കിട്ടുകയും ചെയ്യും. രണ്ടുപേർക്കും ഗുണം. അങ്ങനെ ഒരു മണ്ണും ഒരു പ്ലാന്റുമായിട്ടുള്ള ലിങ്കിങ്ങിന് സഹായിക്കുന്ന സ്പീഷീസുകളാണ് ലിങ്ക് സ്പീഷീസ് എന്നറിയപ്പെടുന്ന. എക്സാമ്പിൾ മൈക്കോറൈസ. ഫൗണ്ടേഷൻ സ്പീഷീസുകൾ, അതായത് ആവാസവും ആവാസ വ്യവസ്ഥയും പരിപാലനം ചെയ്യാൻ കഴിയുന്നവർ, ഹാബിറ്റാറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന സ്പീഷീസുകളെയാണ് ഫൗണ്ടേഷൻ സ്പീഷീസ് എന്നറിയുന്നത്. എക്സാമ്പിൾ വീവർ എന്ന രംഗം. ഈ സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വർഗവൈവിധ്യത്തിന്റെ കാരണമാകുന്ന ഘടകങ്ങൾ. ഒന്നാമത്താണ് സ്പീസിയേഷൻ. പരിണാമത്തിലൂടെ പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് സ്പീസിയേഷൻ എന്നറിയപ്പെടുന്നത്. അതൊരു പ്രധാന ഫാക്ടർ തന്നെയാണ് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത്. സ്പീഷീസ് റിച്ച്നെസ് കൂട്ടും. രണ്ടാമത്താണ് ദേശാടനം. ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ജീവികൾ വന്നു ചേരുന്ന സഞ്ചാരം. അത് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് ജീവികളുടെ സഞ്ചാരമാണ് ദേശാടനം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ദേശാടനം കാരണം സ്പീഷീസ് റിച്ച്നെസ് കൂടും. വംശനാശം. വംശനാശം സംഭവിച്ചാൽ സ്പീഷീസിന്റെ എണ്ണം കുറയാൻ തുടങ്ങും. അതും ഇതിനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ തന്നെയല്ലേ. അടുത്തത് കുടിയേറ്റം, വന്നു ചേരുന്നത്. ഇമിഗ്രേഷൻ പഠിച്ചതില്ലേ, അതുപോലെ എമിഗ്രേഷൻ, അവിടെ നിന്നും പുറപ്പെട്ടു പോകുന്നത്. ഇതെല്ലാം വർഗവൈവിധ്യത്തിന് കാരണമാകുന്നു. വന്നു ചേരുമ്പോൾ ആ വന്നു ചേരുന്ന സ്പീഷീസ് ചിലപ്പോൾ അവിടുത്തെ ക്ലൈമറ്റുമായി ഇഴുകി ചേരുമ്പോൾ പുതിയ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ് ആയിട്ടോ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പുതിയൊരു സ്പീഷീസ് തന്നെ ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ കുടിയേറ്റവും കുടിയിറക്കവും തന്നെ എന്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റിയെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്തൊക്കെയെന്ന് പറഞ്ഞു? നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞു. രണ്ടാമത്തെ പ്രത്യേകത ഡോമിനൻസ്, ആധിപത്യം. വേറെ ഒന്നുമില്ല, ഏതൊരു സമുദായത്തിൽ എടുത്താലും ചില സ്പീഷീസ് അവിടെ ഡോമിനന്റ് ആയിരിക്കും. അവരായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ കാട്ടില് മരങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. അത് തന്നെ അവിടുത്തെ ഒരു ആധിപത്യമാണ്. അതാണ് ആ സമുദായത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ്, അതാണ് ആധിപത്യം. അല്ലെങ്കിൽ അവരെയാണ് ആ ഒരു പ്രോസസ്സിനാണ് ആധിപത്യം എന്ന് പറയുന്നത്. സമുദായത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. അതായത് സമുദായത്തിലെ ജീവജാലങ്ങളെ ലംബമായിട്ട് ക്രമീകരിക്കുന്ന രീതി. ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നൈറ്റ് എന്ന സയന്റിസ്റ്റ് ആണ്. ഉദാഹരണമായിട്ട് എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ നോക്കാം. ഒരു കാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ കാട്ടിൽ ഏറ്റവും വലിയ മരങ്ങൾ, കനോപ്പി ട്രീസ് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടും. ലൈറ്റ് കൂടുതലായിട്ട് വേണ്ടത് ഏറ്റവും മുകളിലായിരിക്കും കാണുന്നത്. അതിന് തൊട്ട് താഴെയായിരിക്കും ലൈറ്റ് അധികം വേണ്ടാത്ത അടുത്ത മീഡിയം സൈസിന്റെ ട്രീസ് കാണപ്പെടുന്നത്. പിന്നെ ഷ്രബ്സ്, അതിന് താഴെ ഹെർബ്സ്, ഏറ്റവും താഴെ ക്രീപ്പേഴ്സോ ലൈറ്റ് ഒട്ടും വേണ്ടാത്തവര് ഷെയ്ഡ് സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മറ്റ് പ്ലാന്റ്സുകളും കാണാൻ കഴിയും. ഇവിടെ പ്ലാന്റുകളെ അറേഞ്ചിരിക്കുന്ന ഓരോ ലെയർ ആയിട്ടാണ്. അത് ലൈറ്റിന്റെ ലഭ്യത അനുസരിച്ചിട്ടാണ് അങ്ങനെ ലെയർ ആയിട്ട് കാണപ്പെടുന്നത്. ഈ ലെയർ ആയിട്ട് അല്ലെങ്കിൽ ലംബമായിട്ട്
അറേഞ്ച് ചെയ്യുന്ന രീതി വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ജലാശയങ്ങളിൽ നമുക്ക് 3 സോണായിട്ട് തിരിക്കാം. ലിറ്ററൽ സോൺ, ലിംനറ്റിക് സോൺ ആൻഡ് പ്രൊഫണ്ടൽ സോൺ. ഇങ്ങനെ ലൈറ്റിന്റെ ലഭ്യത അനുസരിച്ചാണ് ഈ സോണുകളാക്കി തിരിച്ചിരിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത് ഹാബിറ്റേറ്റ് അഥവാ ആവാസം. ഒരു ജീവി ജീവിക്കുന്നതിന്റെ ചുറ്റുപാടിനെയാണ്, സറൗണ്ടിങ്ങിനെയാണ് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാക്കാണ് എക്കോളജിക്കൽ നിഷ് എന്ന് പറയുന്നത്. നിഷ് എന്ന് പറയുമ്പോൾ ഒരു ഹാബിറ്റേറ്റ് തന്നെയാണ്, പക്ഷേ അതിന്റെ കൂടെ അതിന്റെ ധർമ്മം കൂടെ ഉൾപ്പെടും. അതായത് ഒരു ജീവിയുടെ വാസസ്ഥലവും അതിന്റെ ധർമ്മവും, അത് ഉൾപ്പെടുന്ന സമുദായത്തിന്റെ ധർമ്മവും കൂടെ ചേരുന്നതാണ് നിഷ് എന്ന് പറയുന്നത്. നിഷ് എന്ന ടെക്നിക്കൽ ടൈം ഉപയോഗിക്കുന്നത് വാസസ്ഥലത്തോടൊപ്പം ധർമ്മത്തിന്റെ കാര്യം കൂടെ ചേർക്കുമ്പോഴാണ് നിഷ് എന്ന് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഒരു മരത്തിൽ ഒരുപാട് കിളികൾ വന്നിരിക്കുന്നു. ചിലപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയാകാം, ചിലത് കൂടുണ്ടാക്കുന്നതായിരിക്കും, ചിലത് ഇന ചേരുന്നതിന് വേണ്ടിയായിരിക്കും. അപ്പൊ വ്യത്യസ്ത ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടാണ് ആ കിളികൾ അവിടെ മരത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഒരു മരം ഒരു ഹാബിറ്റാറ്റ് ആണ്, എന്നാൽ അവിടെ ഡിഫറെന്റ് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. അതാണ് ഒരു എക്കോളജിക്കൽ നിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് എക്കോട്ടോൺ. എക്കോട്ടോൺ എന്ന് പറയുന്നത് രണ്ട് കമ്മ്യൂണിറ്റികൾ ബ്ലെൻഡ് ചെയ്യുന്ന, മിക്സ് ചെയ്യുന്ന ഭാഗത്തിനെയാണ് എക്കോട്ടോൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു നിബിഡ വനം, വലിയൊരു കാട്. ഈ കാടിന്റെ പുറത്തിറങ്ങുമ്പോൾ ഒരു പുൽമേടാണ് സങ്കല്പിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? കാട് പെട്ടെന്ന് വന്നിട്ട് കാട് ഒറ്റയടിക്ക് നിന്നിട്ട് പുൽമേട് സ്റ്റാർട്ട് ചെയ്യും? ഇല്ല, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന രീതിയിൽ വരും. കാടിന്റെ അവസാനത്തിലോട്ട് എത്തുമ്പോൾ പുൽമേടും കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? കാട്ടിന്റെയും പുൽമേട്ടിന്റെയും സ്പീഷീസുകൾ അവിടെ കൂടുതലായിരിക്കും. ഈ മിക്സ് ചെയ്ത രണ്ട് കമ്മ്യൂണിറ്റികളാണ്, ഒന്ന് കാട്, ഒന്ന് പുൽമേട്. ഈ രണ്ട് കമ്മ്യൂണിറ്റി കൂടെ മിക്സ് ചെയ്യുന്ന ആ ഭാഗത്തെയാണ് എക്കോട്ടോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എഫക്ട്, അവിടെയുള്ള ജീവജാലങ്ങളുടെ എണ്ണം എങ്ങനെയായിരിക്കും? സ്പീഷീസ് ഡൈവേഴ്സിറ്റി വളരെ കൂടുതലായിരിക്കും. കാട്ടിന്റെയും കാണും, അതുപോലെ പുൽമേട്ടിന്റെയും സ്പീഷീസുകൾ കാണപ്പെടും. ആ എഫക്റ്റിനെയാണ് നമ്മൾ എഡ്ജ് എഫക്ട് എന്ന് പറയുന്നത്. അതായത് എക്കോട്ടോണിൽ തൊട്ടടുത്തുള്ള സമുദായത്തിൽ കൂടുതൽ ജീവികൾ കാണപ്പെടും. എക്കോട്ടോൺ എന്ന് പറയുന്നത് കാടിന്റെയും പുൽമേട്ടിന്റെയും ബ്ലെൻഡിങ് പോർഷൻ ആണ്. അപ്പൊ അവിടെ ഉള്ള ആ ഒരു ഭാഗത്തുള്ള സ്പീഷീസ് മറ്റു രണ്ട് കമ്മ്യൂണിറ്റിയേക്കാൾ, കാട്ടിന്റെയും അല്ലെങ്കിൽ പുൽമേട്ടിനേക്കാൾ വളരെ കൂടുതൽ രണ്ടിലുമുള്ള സ്പീഷീസ് ആയിരിക്കും അവിടെ കാണപ്പെടുന്നത്. ഈ ഇഫക്റ്റ് ആണ് എഡ്ജ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന സ്പീഷീസുകളൊക്കെ എന്ത് പറയാം? എഡ്ജ് സ്പീഷീസ് എന്ന് പറയും. കാരണം മറ്റ് രണ്ടിടത്തും കാണപ്പെടുന്ന സ്പീഷീസ് ആയിരിക്കും ഇവിടെ കാണപ്പെടുന്നതെങ്കിൽ ആ സ്പീഷീസുകളെ എഡ്ജ് സ്പീഷീസ് എന്നാണ് അറിയപ്പെടുന്നത്. എക്കോ ടൈപ്പ്. എക്കോ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ലോക്കൽ സമുദായത്തെക്കാളും അനുകൂലത്തിൽ വളരുന്ന ജീവികളാണ്. ആ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു സമുദായം ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ അഡാപ്റ്റേഷനിൽ വളരുന്ന സ്പീഷീസുകളാണ് എക്കോ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എക്കോളജിക്കൽ സൂചകങ്ങൾ, അതായത് എക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. അതായത് പരിസ്ഥിതി ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അതിനെ അളക്കാൻ പാകമാകുന്ന ജീവജാലങ്ങളായിരിക്കും. ഉദാഹരണം ലൈക്കൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലൈക്കൻ എന്ന് വെച്ചാൽ സിംബിയോട്ടിക് റിലേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗെ ആണ്. ഈ ലൈക്കൻ ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. പൊല്യൂഷനുള്ള എയർ പൊല്യൂഷൻ സ്ഥലങ്ങളിൽ മരങ്ങളിൽ ആരും കാണാൻ കഴിയില്ല, ലൈക്കൻസ് വളരില്ല. അപ്പൊ മരങ്ങളിൽ ലൈക്കൻസ് ഇല്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? അവിടെ എയർ പൊല്യൂഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ഇതുപോലെ പരിസ്ഥിതി ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന സ്പീഷീസുകളെയാണ് എക്കോളജിക്കൽ സൂചകങ്ങൾ എന്നറിയപ്പെടുന്നത്. കമ്മ്യൂണിറ്റി എക്കോളജി എന്ന ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ചെറിയ ടോപ്പിക്കാണ്, മാക്സിമം പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് കൂടി ഉൾപ്പെടുത്തുക, പഠിക്കുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.